നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളിൽ പലരുടെയും വലിയൊരു ഡൗട്ടാണ് ഇന്ത്യയിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലോട്ട് എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത്. ഈ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ ഫീസ് ഏകദേശം എത്രയാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കോളേജസ് ആണ് മെയിൻലി വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് സ്റ്റേറ്റുകളുടെ അണ്ടറിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ കോളേജസ്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ് കേരളത്തിന്റെ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ കുഹാസിന്റെ അണ്ടറിൽ വരുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ. അത് കൂടാണ്ട് നമ്മളിപ്പോ തമിഴ്നാടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടില് ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് തമിഴ്നാടിന്റെ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സോ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജസ്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെയും കൗൺസിലിംഗ് നടത്തുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി വഴിയാണ്. സോ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇന്ത്യയിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലോ നമുക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് കേരളത്തിലെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ അമൃതയാണ്. നമ്മൾ തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ തമിഴ്നാട് നമുക്ക് ഒത്തിരി ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. വിനായക മിഷൻ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, ദെൻ SRM യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, ഭാരത് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മളിപ്പോൾ കർണാടകയോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. സോ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോട്ട് നമുക്ക് അഡ്മിഷൻ നേടാനായിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നതാണ്. ഇനി ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിന്റെ സീറ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ അതിൽ 15% സീറ്റ് എന്ന് പറയുന്നത് NRI കോട്ട സീറ്റ്സ് ആണ്. അപ്പൊ NRI കോട്ട സീറ്റ്സ് നേടാനായിട്ട് ഓരോ സ്റ്റേറ്റുകളും സെപ്പറേറ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അത് കൂടാണ്ട് ഇപ്പൊ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ് എടുക്കുന്നത് എങ്കിൽ MCCയും സെപ്പറേറ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. മിനിമം നമുക്ക് എന്ത് വേണം, NRI കോട്ട സീറ്റ് നേടാനായിട്ട് നമുക്ക് വിദേശത്തുള്ള ആരെങ്കിലും ഒരാൾ നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ കേരളത്തിലുള്ള കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് NRI കോട്ട സീറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ സ്റ്റേറ്റ് വൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ മാനദണ്ഡങ്ങളിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ NRI കോട്ട സീറ്റ്സ് ഒഴികെയുള്ള 85% സീറ്റ്സ് ആണ് പിന്നെ വരുന്ന സെൽഫ് ഫിനാൻസിങ് സീറ്റ് വരുന്നത്. ഈ സെൽഫ് ഫിനാൻസിങ് സീറ്റ്സിലും കൗൺസിലിംഗ് നടത്തുന്നത് അതത് കൗൺസിലിംഗ് അതോറിറ്റികളാണ്. നമ്മളിപ്പോ കേരളത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലെ 100% സീറ്റും കൗൺസിലിംഗ് ചെയ്യുന്നത് കീമാണ്. അതായത് എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരളയുടെ അണ്ടറിലാണ് എല്ലാ സീറ്റ്സിന്റെയും കൗൺസിലിംഗ് നടക്കുന്നത്. അതിപ്പോ 15% NRI സീറ്റ് ആയാലും 85% സെൽഫ് ഫൈനാൻസിങ് സീറ്റ് ആയാലും ടോട്ടൽ സീറ്റ്സിന്റെയും കൗൺസിലിംഗ് നടക്കുന്നത് ഓൺലൈനായിട്ട് വളരെ മെറിറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് കൗൺസിലിംഗ് നടക്കുന്നത്. നമുക്കിപ്പം 15% NRI സീറ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയാണ് കേരളത്തിലെ NRI ഫീസ് വരുന്നത്. നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള ടോട്ടൽ ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ്, അതിപ്പോൾ നമ്മൾ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ആയാലും ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റികളോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളോ ഇതിൽ ഏതെടുത്താലും കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലാണ് NRI കോട്ടയിലായാലും ഇനി സെൽഫ് ഫൈനാൻസിങ് കോട്ടയിലായാലും ഫീസ് കുറവുള്ളത്. നമുക്ക് കേരളത്തിലുള്ള സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ സെൽഫ് ഫൈനാൻസിങ് സീറ്റിനകത്ത് വരുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 7 ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു 7.5 ലക്ഷം രൂപ വരെയാണ് ഫീസ് വരുന്നത്. കോളേജ് ബേസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് എടുക്കുന്ന സമയത്ത് 7 ലക്ഷം രൂപ ഫീസ് റേഞ്ചിൽ വരുന്ന ഒരു കോളേജസും അവൈലബിൾ ആയിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ ഫീസ് പ്രൈവറ്റ് കോളേജസിൽ കുറവായിട്ട് ഉള്ളത്. ഇനി നമ്മൾ NRI കോട്ട സീറ്റ്സിന്റെ കേസ് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിലും 20 ലാക്സ് റേഞ്ചിൽ ഫീസ് വരുന്ന കോളേജസ് ഒന്നും തന്നെയില്ല. 20 ലാക്കിന് മുകളിലാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്സിന്റെയും NRI ഫീസും വരുന്നത്. നമ്മൾ കൗൺസിലിംഗിന്റെ കേസ് നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജസിന്റെ കൗൺസിലിംഗിന്റെ കേസ് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതത് സ്റ്റേറ്റുകളിൽ നമുക്ക് MBBS അഡ്മിഷൻ നേടണമെങ്കിൽ അതത് സ്റ്റേറ്റുകളിലെ കൗൺസിലിംഗ് അതോറിറ്റിക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടതുണ്ട്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തമിഴ്നാട് അവിടെയുള്ള മാനേജ്മെന്റ് കോട്ട സീറ്റിനകത്ത് നമുക്ക് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട് എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ TN ഹെൽത്തിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി നമ്മൾ കർണാടക പോകുന്ന സമയത്ത് കർണാടകയ്ക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. കർണാടക എക്സാമിനേഷൻ അതോറിറ്റി KE ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ കൗൺസിലിംഗ് നടത്തുന്നപ്പോൾ KEക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോയിട്ട് അവിടെയുള്ള സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള കോളേജസിൽ നമുക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ അഡ്മിഷൻ നേടണമെങ്കിൽ അതത് സ്റ്റേറ്റുകളിൽ നമ്മൾ സെപ്പറേറ്റ് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൂടാണ്ട് അതത് സ്റ്റേറ്റുകളിലെ കൗൺസിലിംഗ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അതത് സ്റ്റേറ്റുകളിൽ നമുക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റികളോ അല്ല എങ്കിൽ നമ്മൾ എന്താണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കേസ് എടുക്കുന്ന സമയത്ത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ്. ഓൾ ഇന്ത്യ തലത്തിൽ ഒരു സിംഗിൾ കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. സോ നമ്മളിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബോണ്ട് എമൗണ്ട് ആയിട്ട് 2 ലക്ഷം രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. സപ്പോസ് നമുക്ക് എന്താണ് സീറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് കിട്ടും, ഈ ഒരു പേയ്മെന്റ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം ഈ സ്റ്റുഡന്റ് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് കിട്ടില്ല, ഈ ഒരു പേയ്മെന്റ് റീഫണ്ടബിൾ ആയിട്ട് കിട്ടുകയില്ല. അപ്പൊ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ പോകുന്ന സമയത്തും എന്ത് ചെയ്യാം, ഫീസ് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുക. 10 ലക്ഷം രൂപ മുതൽ ഏകദേശം 25 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരെ മാനേജ്മെന്റ് കോട്ട സീറ്റിനകത്ത് ഫീസ് വരുന്ന രീതിയിലാണ് ഇന്ത്യയിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബഡ്ജറ്റിന് ബേസ്ഡ് ആയിട്ടുള്ള കോളേജസിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പൊ ഡീംഡ് യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള എല്ലാ കോളേജസിനും എന്താണ് ഒരേ ഫീസ് അല്ല വരുന്നത്. ഇപ്പൊ തമിഴ്നാട് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിനായക മിഷന്റെ ഫീസ് ആയിരിക്കത്തില്ല SRM പോകുന്ന സമയത്ത്, SRM ഫീസ് ആയിരിക്കത്തില്ല നമ്മൾ ബാലാജി പോകുന്ന സമയത്ത്. ഓരോ കോളേജിന്റെ ഫീസ് കറന്റ്ലി എന്താണ് സെപ്പറേറ്റ് ഫീസ് ആണ് വരുന്നത്. നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതത് കോളേജുകളുടെ നേരെ കൾച്ചർ കൊണ്ടുവെക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി ഫീസ് എഴുതി കാണിക്കും. സോ ആ ഒരു ബഡ്ജറ്റ് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം സപ്പോസ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അലോട്ട്മെന്റ് ലെറ്ററിനകത്ത് കൃത്യമായിട്ട് ഫീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്താണ് നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിന് ഓക്കെ അല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ബോണ്ട് എമൗണ്ട് ആയിട്ട് അടച്ചിരിക്കുന്ന ഒരു 2 lakhs rupees നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള മെഡിക്കൽ കോളേജസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് കൗൺസിലിംഗ് 3 മുതൽ 4 റൗണ്ട് ആയിട്ടായിരിക്കും കൗൺസിലിംഗ് നടക്കുന്നത്. ചില സ്റ്റേറ്റുകളിൽ 3 റൗണ്ടിലേക്ക് കൗൺസിലിംഗ് കംപ്ലീറ്റ് ആവും, ചില സ്റ്റേറ്റിൽ അത് 4 റൗണ്ട് വരെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഉണ്ടാവും, ദെൻ സെക്കൻഡ് റൗണ്ട് ഉണ്ടാവും, അതിനുശേഷം ഒരു മോപ്പപ്പ് റൗണ്ട് കൗൺസിലിംഗും ഉണ്ടാവും. ഇനി മോപ്പപ്പ് റൗണ്ട് കൗൺസിലിംഗിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ സീറ്റ് ഫില്ലാവാതെ വരികയാണ് എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ട്രേ വേക്കൻസി കൗൺസിലിംഗും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രേ വേക്കൻസി കൗൺസിലിംഗ് എന്ന് പറയുന്നത് ചില സ്റ്റേറ്റുകളിൽ എന്തുണ്ട്, സ്ട്രേ വേക്കൻസിയും ഓൺലൈൻ ആയിട്ട് തന്നെയായിരിക്കും നടക്കുന്നത്, ചില സ്റ്റേറ്റിൽ ഓഫ്ലൈൻ കൗൺസിലിംഗ് ഉണ്ടാവും. ഇനി ഓഫ്ലൈൻ കൗൺസിലിംഗ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമ്മൾ അതത് കോളേജിൽ നേരിട്ട് പോയതിനു ശേഷമായിരിക്കും കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ ഒരു ടോട്ടൽ കൗൺസിലിംഗും നടക്കുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നതാണ്. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ എടുക്കുകയാണെങ്കിൽ അറൌണ്ട് 13 lakhs ആണ് പെർ ഇയർ ഫീസ് വരുന്നത്. ദെൻ കർണാടകയിൽ 10 ലക്ഷം രൂപ ഫീസ് വരുന്നുണ്ട്. ദെൻ എന്താണ് നമ്മളിപ്പോൾ നോർത്ത് സൈഡിൽ ഉത്തർപ്രദേശിലൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം 12 ലക്ഷം രൂപ മുതൽ 16-17 ലക്ഷം രൂപ വരെയൊക്കെയുള്ള കോളേജസ് ഉണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നോക്കുക. അത് കൂടാണ്ട് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്കോർ നോക്കിയതിന് ശേഷം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഏത് ഫീസ് റേഞ്ച് ഒക്കെയുള്ള കോളേജസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കുക. അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷനും ഓപ്ഷൻസും കൊടുക്കാനായിട്ട്. ഇല്ല എങ്കിൽ എന്താണ്, നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇയർലി ഒരു 15 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉള്ള ഒരാളാണ്, നിങ്ങൾ എന്താ ഡീംഡിൽ പോയി രജിസ്റ്റർ ചെയ്തതിന് ശേഷം SRM യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു. SRM യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 25 lakhs ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് പോസിബിൾ അല്ല എങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ആ അടച്ചിരിക്കുന്ന 2 lakh ബോണ്ട് എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. സോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.